ഈ ഏരിയയിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന പിഗ്നോനോട്ടസ് ജോക്കോസിസ് എന്ന സയന്റിഫിക് നെയിമുള്ള റെഡ് ബിസ്ക്കറ്റ് ബുൾബുളിൻ്റെ കൂടാണ് ഈ കാണുന്നത്. ആൾ സൂക്ഷിച്ച് ക്യാമറയിലോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഇതൊരു കുഞ്ഞുങ്ങൾക്ക് ത്രെറ്റ് ആണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ കുയിലൊക്കെ പോലെ തന്നെ ഏഷ്യ നേറ്റീവ് ആയിട്ടുള്ള വളരെ മെലോഡിയസ് സോങ് ബേർഡാണ് ഈ റെഡ് ബിസ്ക്കറ്റ് ബുൾബുൾ. ആദ്യം ഇവയുടെ സയൻറ്റിഫിക് നെയിം ഡിസ്ക്രൈബ് ചെയ്തത് കാൾസ് ലിനേയസ് എന്ന് പറഞ്ഞ ഒരു സ്വീഡിഷ് നാച്ചുറലിസ്റ്റ് ആയിരുന്നു. അത് 1758 അത്. പക്ഷേ അന്നേരം ഇവരുടെ ഒരു ജനസ് എന്ന് പറയുമ്പോഴേക്കും ലാനിയസിലായിരുന്നു പെടുത്തിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ലാനിയസ് ജോക്കോസസ് എന്നായിരുന്നു. 1826 ജർമ്മൻ സുവോളജിസ്റ്റായ ഫ്രെഡറിക് ബോയ് ആണ് ഇതിൻ്റെ ജനസ് പിഗ്നോനോട്ടസിലേക്ക് മാറ്റുന്നത്. ഇത് യൂഷ്വലി മൈന പോലെ തന്നെ ഒരു ബ്രൗൺ ബേർഡാണ്, പക്ഷേ അടിയിലേക്ക് വെളുപ്പാണ്. പിന്നെ ഒരു കറുത്ത തൊപ്പിയുണ്ട്. പിന്നെ കവിള് ഒരു വൈറ്റ് കളേർഡാണ്. കവിളിൽ തന്നെയായിട്ട് റെഡ് പാച്ചസും ഉണ്ട്. അപ്പോൾ ഈ തൊപ്പിയും പാച്ചസും പിന്നെ അതിൻ്റെ ഓവറോൾ ലുക്ക് ഒരു ഭയങ്കര ഡിസ്റ്റിങ്റ്റീവ് ആയിട്ട് മാറ്റുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിനെ കാണാൻ. ഈ ബേർഡ് ഭയങ്കര അഡാപ്റ്റബിൾ ആണ്. ഒരുപാട് ഹാബിറ്റാറ്റ്സിൽ ഇതിനെ കണ്ടുവരുന്നുണ്ട്. ലൈക്ക് അർബൻ ഗാർഡൻസ്, റൂറൽ ഗാർഡൻസ്, പിന്നെ ഹില്ല് ഫോറസ്റ്റ്, പിന്നെ ഫോറസ്റ്റ് എഡ്ജസ്, ഈ ഏരിയയിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബേർഡാണ്. ഇനി ഇതിൻ്റെ നെസ്റ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ചുളിക്കമ്പുകളും കരിയിലകളൊക്കെ വെച്ചിട്ടാണ് ഇത് നെസ്റ്റ് ഉണ്ടാക്കുന്നത്. ഒരു 3 to 4 eggs വരെയും ഇതിൽ ഈ കൂട്ടിലിപ്പോൾ 3 കുഞ്ഞുങ്ങളാണുള്ളത്. പക്ഷേ ടുവേർഡ്സ് എൻ്റെ ഒരു സർപ്രൈസ് ഉണ്ട്. ബുഷസിലും ചെറുമരങ്ങളിലൊക്കെ ആയിട്ട് കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള നെസ്റ്റുകളാണ് ഇവരുണ്ടാക്കുന്നത്. ഇവരുടെ ബ്രീഡിംഗ് സീസൺ റീജിയൻ ടു റീജിയൻ ഡിഫർ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഡിസംബർ ടു ഫെബ്രുവരി, അതായത് ഒരു തണുപ്പുള്ളൊരു ടൈമിലൊക്കെയാണ് ബ്രീഡിംഗ് സീസൺ ഉണ്ടാവാറ്. ഇവർ പൊതുവേ നല്ല ഒത്തൊരുമയുള്ള കപ്പിൾസാണ്. കാരണം കൂടുണ്ടാക്കുന്നതും മുട്ടയ്ക്ക് അടയിരിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നതും ഒക്കെ ഒരുമിച്ചാണ്. ഇവയെ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയതുകൊണ്ടും നന്നായിട്ട് പാട്ട് പാടും എന്നുള്ളതുകൊണ്ടും ഏഷ്യയിൽ ഇവരൊരു ഫേമസ് കേജ് ബേർഡ് തന്നെയാണ്. ഒരു നല്ല ഇക്കോളജിക്കൽ ബാലൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേർഡ് തന്നെയാണിത്. കാരണം ഇത് പെസ്റ്റും പിന്നെ ഇൻസെക്ട്സിൻ്റെയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യും. അതേമാതിരി തന്നെ സീഡ് ഡിസ്പേഴ്സിൽ എൻഷുർ ചെയ്യും. അതുപോലെ തന്നെ പോളിനേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പരാഗണത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാലും ഇവയെ പെസ്റ്റായിട്ട് കണക്കാക്കുന്ന പല കൺട്രീസും ഉണ്ട്. കാരണം ഇൻസെക്ട്സ് മാത്രമല്ല, പലതരം ബെറീസും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ഇവയുടെ ഫുഡിൽ പെടും. അപ്പോൾ ഫ്രൂട്ട്സും ബെറീസും ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന കൃഷിക്കാർക്ക് ഇവരൊരു പെസ്റ്റ് ചെയ്യും. ഇവ മുട്ടയ്ക്ക് അടയിരിക്കുന്ന ഒരു 12 to 14 ദിവസം വരെയാണ്. അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ വിരിയുന്നത്. കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുങ്ങൾക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നത് പൊതുവേ ഈ ചീവീടുകൾ, പിന്നെ ഗ്രാസ് ഹോപ്പേഴ്സ്, അതായത് പച്ചിലപ്പശു, പിന്നെ പലതരം ബെറീസ്, ഇവിടെ മൾബെറീസ് കൊടുക്കുന്നുണ്ട്, പഴുതാരനെ കൊടുക്കുന്നൊക്കെ ഈ വീഡിയോയിൽ കാണാം. പിന്നെ ഈ നെസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ കൂട്ടിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒരു തരി കാട്ടം പോലും കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിളിക്കുഞ്ഞുങ്ങളുടെ കാട്ടം യൂഷ്വലി ഒരു നാച്ചുറൽ ഡയപ്പേഴ്സ്, ഫീക്കൽ സാക്ക് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ഡയപ്പേഴ്സിലാണ് ഇത് പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ കിളികളുടെ നാച്ചുറൽ പാമ്പേഴ്സ് ഒരു വൈറ്റ് കളറോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളറിലോ ആയിരിക്കും ഇരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കളറിലും കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ മൾബറീസ് കഴിക്കുന്നതുകൊണ്ടാവാം. അപ്പോൾ ഈ കിളിക്കുഞ്ഞുങ്ങളുടെ കാട്ടായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഡൈജസ്റ്റ് ചെയ്യാത്ത കുറേ ന്യൂട്രിയൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ സാക്ക് അതുപോലെ തന്നെ പാരൻസ് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കിളിക്കൂട് ഇത്രയും നീറ്റായിട്ടിരിക്കുന്നത്, ഒരു തരി കാട്ടം പോലും കാണാത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ പേപ്പറായിട്ട് തന്നെ എടുക്കാം. കാരണം ഇപ്പോൾ വെള്ളവും ജ്യൂസൊക്കെ നമ്മുടെ കടയിൽ വരുന്നത് പ്ലാസ്റ്റിക് കവറിലും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആയിട്ടാണ്. അതിന് പകരം നമുക്ക് കഴിക്കാൻ പറ്റുന്ന തന്നെ ഇതുപോലെയുള്ള നാച്ചുറൽ പാക്കിംഗ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും പറ്റും. പിന്നെ ഇവയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്ക് നമ്മുടെ ഹമ്മിങ് ബേർഡൊക്കെ ഹോവർ ചെയ്ത് നിൽക്കില്ല എന്ന് വെച്ചാൽ എയറിൽ ഒരിടത്ത് തന്നെ നിൽക്കുന്നത്, അതുപോലെ നിന്നിട്ട് ഇവർക്കൊരു ഫ്ലൈയിങ് ഇൻസെക്റ്റിനെയൊക്കെ പിടിക്കാനായിട്ട് പറ്റും. ഒരു ഹെൽത്തി ഫോറസ്റ്റ് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. അത് ഒരു സിഗ്നിഫിക്കൻറ്റ് റോള് ക്ലൈമാറ്റിക് ചേഞ്ച് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇവരുടെ ഒരു പെർട്ടിക്കുലർ പ്രോപ്പർട്ടിയാണ് സീഡ് ഡിസ്പേഴ്സൽ. അപ്പോൾ അത് കാരണം തന്നെ കാർബൺ 0 എഫേർട്ടിലേക്ക് ഇവരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റ്ലി ആണെങ്കിൽ പോലും. പിന്നെ നേരത്തെ തന്നെ നമ്മൾ ഇവരൊരു ഹൈലി അഡാപ്റ്റബിൾ ആണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഗ്രൂപ്പ്സായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ കപ്പിൾസായിട്ടാണ് കാണുന്നതെങ്കിലും ഇവർ കൂടുതലായിട്ടും ഗ്രൂപ്പ്സായിട്ട്, ചെറിയ ഗ്രൂപ്പ്സായിട്ടാണ് കാണുന്നത്. ഈവൻ 100 നമ്പേഴ്സിൻ്റെ അവരെയും ഗ്രൂപ്പ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫുഡ് അബൻഡൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ടാർഗറ്റ് ചെയ്യാനും അത് കണ്ടുപിടിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ കുഞ്ഞുങ്ങളെ റേസ് ചെയ്യാനും പിന്നെ പ്രഡേറ്റേഴ്സിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് എന്തെങ്കിലും ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ
ചെയ്യാനും അവിടുന്ന് രക്ഷപ്പെടാനും ഒക്കെ ആയിട്ട് ഈ ഗ്രൂപ്പ്സ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ ബിഹേവിയേഴ്സ് ഇവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് IUCN സ്റ്റാറ്റസിൽ ലീസ്റ്റ് കൺസേൺഡ് ആയിട്ട് ഇപ്പോഴും തുടരുന്നത്. അല്ലെങ്കിൽ ഇത് ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസിലേക്ക് പോയ ഈ വീഡിയോ 2021 ടൈമിലാണ് നമ്മളെടുത്ത കുറച്ച് പഴയ വീഡിയോ ആണ്. അപ്പോൾ ഈ ടൈമിൽ വരാന്തയിലുള്ള ഒരു ക്രിസ്മസ് ട്രീയിലാണ് ഇവർ കൂട് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. വൈറ്റ് ഫീക്കൽ സാക്സ് തിന്നുകൊണ്ട് ഇവർ കൂട് ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2021 ശേഷം നമ്മൾ ആരും ഉപദ്രവിക്കില്ല എന്ന് കണ്ടപ്പോൾ ഇവർ ഈ കൂട് വരാന്തയിൽ നിന്ന് മാറ്റി ഈവൻ ഉള്ളിലേക്ക് വരെ കൊണ്ടുപോയി കൂട് വയ്ക്കാൻ തുടങ്ങി, വീടിൻ്റെ ഉള്ളിൽ. ലൈറ്റിങ് കുറവായതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. പക്ഷേ അത് നല്ലൊരു രസമായിരുന്നു. ഇത് ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിഹേവിയറും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. അതായത് ഇവർ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് കൊടുത്തില്ല എങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫീഡിങ് ഇപ്പോൾ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫീഡിങ്. ഇതിന് ശേഷം ഇവരെ പറപ്പിക്കുന്ന പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറക്കാൻ പഠിപ്പിക്കുന്ന പരിപാടിയാണ് ഇനി കാണാൻ പോകുന്നത്. അത് നല്ല രസമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കേട്ടത് അമ്മക്കിളി കുഞ്ഞിക്കിളികളെ പറക്കാനായിട്ട് എൻകറേജ് ചെയ്യുന്നതാണ്. വീണ്ടും ഇങ്ങോട്ട് പറന്നു വരാൻ വിളിക്കുന്നു.
ഇനി നമുക്ക് കൂട്ടിലേക്ക് തിരിച്ചു നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്, ഒരു ലാസ്റ്റ് വിരിയാത്ത എഗ്ഗ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആൻഡ് കമൻറ്റ്.